മടുത്തു. എനിക്ക് എന്റെ പ്രജകളെ കാണാം. എത്ര നാളായി ഞാൻ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാൻ എന്റെ സ്വന്തം നാട്ടിലേക്ക് പോയി, എന്റെ സ്വന്തം കേരളത്തിൽ കഴിഞ്ഞ വർഷം നാട് കണ്ടിട്ട് വന്ന് എത്ര ടെസ്റ്റുകൾ നടത്തിയാ നിങ്ങൾ എന്നെ അകത്തോട്ട് വിട്ടത്? മൂക്കിലൊക്കെ ഓരോന്ന് കുത്തിക്കേറ്റി ഓർക്കാൻ പോലും വയ്യ. ആവോ എന്റെ പ്രജകൾ. എന്നെ കാണാത്തതുകൊണ്ട് അവർക്ക് എന്ത് സങ്കടം ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഈ പാതാളത്തിലേക്ക് തിരിച്ചു വരുന്നതേയില്ല. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഇവരെ കണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. ആ, കേറട്ടെ കേറട്ടെ. നമ്മുടെ പ്രതികൾക്കാർക്കും നമ്മെ മനസ്സിലായില്ലേ? ആ, ജോലി തിരക്കൊണ്ടായിരിക്കാം. നടക്കട്ടെ നടക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നാം വീണ്ടും വന്നിരിക്കണോ? പൂക്കളങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലാരും ഉണ്ട്. അല്ല, ഫിഷയ്ക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും തരില്ല. ഫിഷക്കാർക്കൊന്നും ഇപ്പൊ ഒന്നും കൊടുക്കരുതെന്ന ഇപ്പോഴത്തെ നിയമം. വിട്ടോ. മോളെ, ഞാൻ പിഷക്കാരനൊന്നും അല്ല. എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കൊള്ളാല്ലേ പുതിയ വേഷം. ആസാമിന്നോ ഗുജറാത്തിന്നോ വല്ല വന്നതായിരിക്കുമല്ലേ? എന്തെല്ലാം കാണണം എന്റെ ഈശ്വരാ. പാനിയമ്മേ, വീട് പോയി, ആട് പോയി, കോഴിയും പോയി. നൈ പൊക്കോ. ഇവിടെ മൊത്തം പ്രളയമാ. ബംഗാളി തൊപ്പിയും വെച്ച് ഇറങ്ങിയേക്കുന്നു. ബംഗാളിയോ? അതാരാ കുഞ്ഞേ? ആഹാ, മലയാളികളെക്കാൾ നന്നായി മലയാളം പറയുന്ന ബംഗാളിയോ? ഒന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വായിപ്പോ. ചലോ. എന്താണ് ഈ കുട്ടി പറയുന്നത്? തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ ഒരു കുഞ്ഞു മാലയാ. തങ്കപ്പനെ പോലും തൊടിക്കാതെ വെച്ചേക്കുന്നയാ. പോലീസിനെ വിളിക്കണോ? എന്റെ ഭർത്താവാ. സർക്കാരിന് സംഭാവനയും കൊടുത്തിട്ട് ഒന്ന് ക്ഷീണത്തിൽ കിടക്കുവാ. വിളിക്കണോ? സർക്കാരിന് സംഭാവനയോ? അതൊന്നും അറിയത്തില്ലയോ? പാവം. ഞങ്ങള് പണിക്ക് പോവും. ഭർത്താക്കന്മാർ ആ കാശും കൊണ്ട് ബിവറേജിൽ പോയി അടിച്ചു പൂസായി വീട്ടിൽ കിടക്കും. ഈ കുട്ടിക്ക് എന്ത് പറ്റി? തങ്കമ്മേ, നീ അകത്ത് പോ. ആണുങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ കയറി വരരുത്. ഗോ. എന്തോന്ന് ഗോ? ഞാൻ കഷ്ടപ്പെട്ട കാശും കൊണ്ട് കുടിച്ചിട്ട് വന്നേക്കുന്നു. നാറിന്ന് വിളിക്കാടി തങ്കം. ഇപ്പൊ നാട്ടുകാർ മൊത്തം എല്ലാം അകല വിളിക്കുന്നേ. എന്റെ പേര് പോലും എല്ലാരും പറന്നു. മാന്യന്മാർ നിക്കുന്ന കണ്ടില്ലേ? ഞാനൊന്നും പറയുന്നില്ല. തങ്കമ്മേ, പെണ്ണ നീ കയറിപ്പോ. ഞാനിതൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. വേണണ്ട ഉണ്ണി, എന്തിനാ കുട്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? മിസ്റ്റർ, ഞാൻ അല്പം ചൂടാണ്. എന്നെ ചില സമയത്ത് പിടിച്ചാ കിട്ടില്ല ഏട്ടല്ല. അതേ ഉണ്ണി. ഉണ്ണിയോ? എന്തൊരു ചുണ്ണി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ നീ ആരുടെ? മഹാബലിയാണ് മകനെ. മാവേലിയ? അത് എന്തെങ്കിലും ആവട്ടെ. ഡേയ്, നിന്റെ ഷെയർ ഇടാൻ വല്ലതും ഉണ്ടാ? അയ്യോ, ഉണ്ണിക്ക് നമ്മെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ പൊന്നെണ്ണ, ഞാൻ ഉണ്ണിയല്ല. ഞാൻ ഭാരതേക്കയുടെ മൂത്ത മകൻ തങ്കപ്പൻ. ആ പോയ തൊഴിലുറപ്പ് മേട്ടൻ തങ്കമ്മയുടെ സ്വന്തം ഭർത്താവ്. ശരി, തങ്കപ്പനെങ്കിൽ തങ്കപ്പൻ. കുഞ്ഞിന് സുഖമല്ലേ? എനിക്ക് പരമാനന്ദ സുഖം. തങ്കമ്മ രാവിലെ പണിക്ക് പോവും, ഞാൻ രാവിലെ ബിവറേജിൽ പോവും. അപ്പൊ കുഞ്ഞു പണിക്കൊന്നും പോകുന്നില്ലേ? എന്തിന്? നാട്ടിൽ ആർക്കും പണിയൊന്നുമില്ലെന്നേ. എല്ലാം ബംഗാളികളാ ചെയ്യുന്നത്. നമ്മളൊന്നും പണിക്കോട്ടൊരു കാര്യമില്ല. ആഹാ, അത് കൊള്ളാമല്ലോ. ഇവിടെ ഇപ്പൊ എല്ലാ പണിക്കും ബംഗാളികളാ. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവന്മാര് ചെയ്തോളും. നമുക്ക് സുഖമല്ലേ? അതെയോ? ഇത്രയും മാറ്റങ്ങളൊന്നും വന്ന് നോം അറിഞ്ഞിരുന്നില്ല. തങ്കപ്പൻ കുഞ്ഞേ, നാം അങ്ങോട്ട് എന്തോ കുഴപ്പം പറ്റിട്ടോ. പോകണല്ലേ അളിയമ്മാവേലി? നില്ലടാ, നീ ഷെയർ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ ഉപദേശം തരാം. രാജാവാണ്, മന്ത്രിയാണ്, മെമ്പറാണെന്നൊക്കെ കരുതി ഓരോ കൊച്ചു പെമ്പിള്ളാരെ തോണ്ട ചെന്നുണ്ടല്ലോ. അതെ, അമ്മച്ചിയാണ് പോക്സോയാവും. പോക്സോ കേട്ടല്ലേ? പോക്സോയോ? ചേട്ടാ, എന്നെ വിളിച്ചോ ചേട്ടാ? പറഞ്ഞു കയറുന്നില്ല. അതാണ്ടാ വന്ന്. ഇതാരാണ്? ഞാൻ കോട്സർ മൂഖാൻ. വാതറതൊന്നും പറയാനും പറ്റില്ല. ആരും വായി വരത്തും. ബംഗാളികളെ മുട്ടി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. അതിഥികളെ ബഹുമാനിക്കാൻ പഠിക്കൂ ചേട്ടാ. നല്ല എങ്ങനെ ഇരിക്കണപ്പ. നിങ്ങളുടെ സർക്കാർ പോലും ഞങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കൂ ചേട്ടാ. അല്ലേ അതിഥി തൊഴിലാളി, ചേട്ടനോ ഷെയർ ഇട്ട് അടിക്കുന്നു. എൻ്റെ കൂടെ താല്പര്യമുണ്ടോ?
ഇല്ല സേട്ടാ, നിങ്ങൾ മലയാളികളെ പോലെ ഞങ്ങൾ പണി ചെയ്യുന്ന പൈസ വെള്ളം അടിച്ച് കളയില്ല. പൈസ ഞങ്ങൾ നാട്ടിൽ അയച്ചു കൊടുക്കും സേട്ടാ. നല്ല മനുഷ്യരായാൽ ഇങ്ങനെ തന്നെ വേണം. കഷ്ടപ്പെട്ട പൈസ ഒന്നും നഷ്ടപ്പെടുത്തത്തില്ല. മനസ്സിലായോ? നിങ്ങൾ നാട്ടിൽ അയച്ചു കൊടുക്കുന്ന പണം ഇവിടെ ബാങ്കിൽ ഇട്ടാൽ പോരെ. ഇവിടെ നിരവധി സഹകരണ ബാങ്കുകളില്ലേ. നന്നായി സേട്ടാ, ഇവിടുത്തെ പല ബാങ്കുകളും പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ചേട്ടന് അറിയത്തില്ല അല്ലേ? പൈസ ഇടുമ്പോൾ മാത്രമേ അവർക്ക് സഹകരണമുള്ളൂ. എടുക്കാൻ ചെന്നാൽ യാതൊരു സഹകരണവും ഇല്ല. അപ്പോളില്ലേ പോട് നിക്ക് സേട്ടാ, നിക്ക് സേട്ടാ. പോടാ അഴുകപ്പായില്ല നിന്റെ ചെവളെ കുത്തി കീറുകളായി ഓടി തള്ളിക്ക ഇവിടെ കേരളാത്തവന്മാര്. പണി തരണം സേട്ടാ. നല്ല ഐശ്വര്യമുണ്ട്. എന്നെ തിരക്കി ഇറങ്ങിയതായിരിക്കും. ഇവളോട് അല്പം കുശലമായാലോ? ആഹാ, കുഞ്ഞെ എവിടെ പോകുന്നു? ഓണം ആഘോഷിക്കാൻ പോകുവാണോ? ഹേ മിസ്റ്റർ, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ വീട്ടിലെ കാര്യം ചോദിക്കണം, സ്കൂളിൽ നിന്ന് വരുമ്പോ സ്കൂളിലെ കാര്യം ചോദിക്കണം. മൈൻഡ് യുവർ ബിസിനസ്. ഭഗവാനെ, എന്താ ഇത്? ഓക്കെ. പറയുന്നേ. ഓക്കെ, അത് തന്നെ. ഞാൻ ഇപ്പോഴേ സ്റ്റേഷൻ ബൈപ്പാസിലുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലെ. എല്ലാം ശരിയാകുമെന്നേ. നമ്മുടെ ഭരണമല്ലേ വരാൻ പോകുന്നത്. ഞാൻ വിളിച്ച് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കാമെന്നേ. അങ്ങ് ചെന്നാ മതി. ഒരാളെ ശരിയാക്കി തരാന്ന് പറഞ്ഞൊന്ന് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഒരു ചായ എടുക്കണേ. നല്ല ബിജുപോയി. ചായം പിള്ളയൊക്കെ ഇപ്പം കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ മാറ്റിട്ട് പാൽ ചായ കുടിക്കാൻ തുടങ്ങി. കാലം അറിയൊന്നും അറിഞ്ഞില്ലേ? ഞങ്ങളെ പഴയ പരിപ്പടക്കാരും കട്ടൻ ചായക്കാരും ഒന്നും അല്ല. ഞങ്ങളെ ഭരണവർഷത്താ. സൂക്ഷിച്ച് സംസാരിച്ചോണം. അത് മനസ്സിലായി. ഇപ്പൊ ഭരണങ്ങളൊക്കെ വന്ന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയിട്ടുണ്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്ത് മനസ്സിലാക്കാൻ? ആഗോളപരമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ ക്ഷീണം സംഭവിച്ചാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ അത്ര ഗതിയിട്ടിട്ടില്ല. ചേട്ടാ, നിങ്ങൾ തന്നെ ഒന്ന് പറ, ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ബിജു, നിങ്ങൾ എന്നൊന്ന് പറ, ഇവിടെ എന്തിനാ ഒരു കുറവുള്ളത്? പ്രായമായ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ലയോ? മരുന്ന് കിട്ടുന്നില്ലയോ? ഇവരായിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പെൻഷന്റെ മരുന്നിന്റെ ഒക്കെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. പിന്നെ നിങ്ങളുടെ ഭരിക്കുന്ന സമയത്ത് ദേവലോകമല്ലായിരുന്നു? ദേവലോകം പീഡനം ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭരിക്കാൻ സമയം ഉണ്ടായിരുന്നു? അഴിമതിയുടെയും പീഡനത്തിന്റെ കാര്യമൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ കുറെ വ്യാജ വാർത്തകൾ കൊണ്ടുവന്ന അത്ര തന്നെ. എന്താ വല്ലതും തെറ്റായിരുന്നു? എന്നിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തെളിയിച്ചോ? അമ്മേ, ഭരിക്കുന്ന നിങ്ങൾ തെളിയിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങളും ആരോപണങ്ങളുമോ? അത് വെറും ആരോപണങ്ങള്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അങ്ങനെ ആരെയും പീഡിപ്പിക്കത്തില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കും. അപ്പോഴേ കോടതിയും പോലീസും ഒന്നും വേണ്ടേ? ഓ, എന്തിന്? പോലീസുകാർക്ക് പോലും ഇവരെ പേടിയില്ലേ? ഓണത്തിന് കിറ്റ് കിട്ടുന്നുണ്ടോ? അത് നോക്കിയാ മതി. ഇതിന്റെ കാര്യമൊന്നും പറയണ്ട. കോടികൾ ലോൺ എടുത്ത് നടത്തുന്ന ഒരു പ്രഹസനം. താങ്കൾ ചായ കുടിക്കാമെന്നാണെങ്കിലേ ചായ കുടിച്ചിട്ട് പോ. വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറിയാലേ വിവരം അറിയും. അങ്ങനെ ആവട്ടെ. എനിക്കൊരു കേച്ചായ കൂടി എടുക്കണേ. കണ്ടുപിറ്റി കേപ്പിട്ടും. ഡേ, നീ ഞങ്ങളുടെ കുറ്റി പറിച്ചപ്പോഴേ നോക്കി വെച്ചതാ. വികസന വിരോധി. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഓണക്കാലമായിട്ട് കച്ചവടം നടക്കട്ടെ. ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയത്തിലും മഹാമാരിയിലും ഒക്കെ രക്ഷകരായി ഞങ്ങൾ കൂടെ വന്നതല്ലേ? പിന്നെ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ പേര് കേട്ടതാ. പ്രളയം കേൾക്കുമ്പോഴേ ഉടനെ പിരിവ് തുടങ്ങും. തിരിച്ചാലെന്താ, ഞങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഞങ്ങളെ പോലെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റുന്നില്ലല്ലോ. പ്രളയവും മഹാമാരിയൊക്കെ രായമ്പിള്ളക്ക് പിരിക്കാൻ പറ്റിയ ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം. പിരിക്കുന്ന പണം ഞങ്ങൾ ഫണ്ടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കണക്കാ. കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന ഏറ്റവും വൃത്തി. ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഇങ്ങനെ ഒരു പിരിവിന്റെ ആവശ്യമുണ്ടോ? ഭരണകർത്താക്കൾ ആരും ആയിക്കോട്ടെ, നമ്മൾ പിരിക്കുന്ന ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഒരുമിച്ച് സഹകരിച്ചു കൊടുക്കണം. എന്നാലേ ഈ നാട് നന്നാവും. എന്തെങ്കിലും തെറ്റായി തോന്നിയാൽ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. നല്ല ഊടല്ലേ മക്കളെ, നിങ്ങളുടെ മാവേലി അല്ലയോ പറയുന്നത്? അല്ല, ഇതാര് രാവിലെ ഒരു വേഷം കെട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളും? അല്ല, ഏതാടേ കൂറ? നിങ്ങളുടെ പാർട്ടിക്കാരനായിരിക്കും അല്ലയോ? ഞങ്ങളുടെ പാർട്ടിയിലോ? ഈ കോമാളി വേഷം കണ്ടാൽ തന്നെ അറിയത്തില്ലയോ നിങ്ങളെ കാണാൻ വന്നതാണെന്ന്? ഇരിക്കും സഹോദര, ഇരിക്കേ. വല്ല ആവശ്യമായിട്ട് വന്നായിരിക്കും അല്ലയോ? ഏത് ബ്രാഞ്ചിൽ നിന്നാ? കത്തോ വല്ലതും ഉണ്ടോ? കത്തോ? പാതാളത്തിൽ കത്തും ബ്രാഞ്ചും ഒന്നും ഇല്ല മകനെ. ഞങ്ങളുടെ പാർട്ടിയില്ലാത്ത പാതാളോ? നിങ്ങളുടെ പാർട്ടിയും പാതാളവും ഒക്കെ ഒന്ന് തന്നെ. നിങ്ങൾ മിണ്ടരുത്. ഭാരതത്തെ മൊത്തം പാതാളമാക്കി വരാൻ നിങ്ങൾ. എന്നിട്ട് 4000 പാർട്ടിക്കാരെ ഞാൻ ഒന്നും കിടക്കുന്നു.
നിങ്ങളും ഉണ്ട്. ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളും ഉള്ളൂ. വഴക്കുണ്ടാക്കാതിരിക്കൂ കുട്ടികളെ. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ മാവേലിയാണെന്നേ. കേട്ടിട്ടില്ലേ എന്റെ ഭരണകാലം? പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കേട്ടിട്ടില്ല? എവിടുന്നോ വേഷം മാറി പിള്ളേരെ പിടിക്കാൻ വന്നതാകും. ഇത് നമ്മുടെ രാഷ്ട്രീയ ഐക്യത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടി കേന്ദ്രക്കാരന്മാർ അയച്ചാണെങ്കിലോ? സൂചി കുത്താൻ ഇടം കൊടുക്കരുത്. നിങ്ങളില്ലേ നമ്മളില്ല. പോലീസിനെ ഒന്ന് വിളിച്ചാലോ? അതെ അതെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, എന്തിനാ സാറേ എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത്? സാറേ എന്നെ വിട് സാറേ. ഉണ്ടായിടാ ഓണമല്ലേ സാറേ? നീ ബെസ്റ്റ് എടുത്ത ക്യാമറ എവിടെ? അത് കാണിക്കും, എന്നിട്ട് വിടാം. സാറേ ഞാനല്ല വെച്ചു സാറേ. ഓണകാലമായിട്ട് ഇവരെനിക്ക് പണി ഉണ്ടാകും. ഇവിടെ വാടാ. നോന്നുന്നില്ലടാ അങ്ങോട്ട്. എന്തിനാ സാറേ എന്നെ തല്ലുന്നത്? ഇത് മാതൃകാ പോലീസ് സ്റ്റേഷൻ അറിയാവോ? ബാക്കി എസ് ഐ വരുമ്പോ തരും. പോയിടാ അവിടെ. സാറേ സാറേ എനിക്കുള്ള സാറേ ഞാൻ പോട്ട്. ഒന്ന് പോടാ. പോയിടാ അവിടെ. ആ ശരി. അവന്റെയൊക്കെ ഒരു കഴപ്പ് എന്നെ കൊണ്ട് ഈർക്കിലെടുപ്പിക്കും. എന്നെ എന്തിനാ സാറേ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? എടാ ഓണകാലമാ, ഉൾക്കാടുണ്ട് മന്ത്രിയുടെ. അതിനിടയ്ക്ക് എന്തിനാടാ നീ ഓലയമായിട്ട് അങ്ങോട്ട് പോയേ? എന്തോന്ന് സാറേ, എനിക്ക് വഴി അടക്കണ്ടേ? കൂടുതൽ സംസാരിക്കാതെ പെറ്റി അടച്ചിട്ട് പോടാ. പെറ്റിയോ? എന്തിന്? മന്ത്രി വരുന്ന വഴിയിലാ അവന്റെ ഒരു ഓല, അതും കറുത്തതേ. ഓല കറുത്തു പോയത് എന്റെ തെറ്റാണോ സാറേ? കൂടുതൽ സംസാരിക്കാതെ പെറ്റി അടച്ചിട്ട് പോടാ. ഡോ ഒരു 500 എഴുതി കൊടു. വാടാ ഇവിടെ. ഇതെന്താ കേസ് കേട്ട്? ബസ് സ്റ്റോപ്പിലെ ബാത്റൂമിൽ ക്യാമറ വെച്ച കേസാ. എന്നിട്ടാ ക്യാമറ കിട്ടിയോ? ഇല്ല. അയ്യോ അയ്യോ, എന്തിനാ സാറേ എന്നെ തല്ലുന്നത്? ആ സാറും എന്നെ ഒത്തിരി തല്ലി. ഇനി സിഎ വരുമ്പോ ബാക്കി കേട്ടോടാ. പേര് പറയടാ. പിന്നെ ഇങ്ങോട്ട് മാറാ. ഇവിടെ കാണും കറുത്തോലയുമായിട്ട് നിന്നെ കണ്ട ഇടിച്ച് നിന്റെ പരിപ്പിളക്കികളെ. എളിയന്റെ ഓല കണ്ടില്ലെങ്കിലാ ഇറങ്ങിപ്പോടാ. ആ പോവാ. ഓണകാലമായിട്ട് ഓരോ വട്ട് കേസുകൾ. എടോ ആ പൊട്ടനെ ഇനി വിളിച്ചോണ്ട് വന്നേ. ശരി സാറേ. അയ്യോ, നടക്കടാ പൊന്നെ. ഓ മിസ്റ്റർ, താങ്കളുടെ പേരെന്താന്നാണ് പറഞ്ഞേ? മഹാബലിയാണ് സാറേ. ഓ എന്ത് കുന്തോ ആവട്ടെ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? അയ്യോ സാറേ, നമുക്കതൊന്നും വശമില്ല. ഓമൊരു രാജാവാണ്. സാറേ, ഇപ്പൊ ഈ നാക്കി വയ്ക്കുന്ന സ്റ്റാമ്പ് അങ്ങനെ എന്തൊക്കെയാ? മദ്യത്തിന്റെ റോളൊന്നുമില്ല സാറേ. പുറം കൊടുക്കട്ടെ. ഡോ താൻ ഇനിയും തല്ലിയ ഈ ചത്തു. ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട്. ഏതോ പൊട്ടനോ തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് തോന്നുന്നു. ഡോ പെറ്റി എഴുതി കൊടുത്ത് താൻ പെട്ടെന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. പിന്നെ ഓണമാ, എനിക്ക് പെട്ടെന്ന് പോണം. ആഘോഷമല്ലേ? സാറിന് മാത്രമല്ല ഓണമല്ല, നമുക്കൊന്നും ഓണമില്ലല്ലോ. ഡോ പെട്ടെന്നാകട്ടോ. ഡോ മാവേലി, തനിക്കെല്ലാം പരിചയമുണ്ടോ ഇവിടെ? രാഷ്ട്രീയക്കാരോ നാട്ടുകാരോ ആരെങ്കിലും? സാറേ, എനിക്കെല്ലാരെയും പരിചയമുണ്ട്. പക്ഷേ എന്നെ ആർക്കും അറിയില്ല. ഡോ അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ഇവിടുന്ന് ഇറങ്ങി പോകണമെങ്കിലേ വല്ല ആധാർ കാർഡോ ID കാർഡോ വേണം. രാവിലെ ഓരോന്ന് പണിയുണ്ടാക്കാനായിട്ട് ഇറങ്ങി വന്നോളൂ. ഓണകാലമായിട്ട് ഒരു കാർഡും ഇല്ല സാറേ. ഇനി എൻ്റെ ഉള്ളത് ഈ നിക്കറും ഈ മെതിയടിയും മാത്രമേ ഉള്ളൂ. എടോ അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല. ഈ നാട്ടിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. തനിക്കാണെങ്കിലും തുണിയുമില്ല മണിയുമില്ല. തനിക്കൊരു മാസ്ക് പോലുമില്ല. ഡോ പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കട്ടോ. എന്ത് വേണേലും ആയിക്കും. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആധാർ കാർഡും ഇല്ല, ID കാർഡും ഇല്ല. നാട്ടിലാണെങ്കിൽ പരിചയക്കാരും ഇല്ല. ഹാ മിസ്റ്റർ മാവേലി, താനൊരു വേലി കുറച്ച് നാളാ സെല്ലിക്കട സ്റ്റേഷനില്, മനസ്സിലായിടോ? അത് മതി സാറേ. കുറച്ച് ദിവസം അകത്ത് ഇടകട്ട്, പിന്നെ പുറത്ത് ഇറക്കിട്ടാലേ നമുക്ക് പണിയാ. നാളെ കോടതി ഹാജരാക്കാം. നമസ്കാരം. നമസ്കാരം. ഇതാര്? നമ്മുടെ കരയോഗം പ്രസിഡന്റ്. സാറെന്താണ് ഇവിടെ? എന്ത് പറ്റാനാ, ഇവിടെ വരേണ്ടി വന്നു. അവസ്ഥ അതായി പോയില്ലേ? ഡോ
അവനെ ആ സെല്ലിലോട്ട് പിടിച്ചോണ്ടിരുന്നു. പെട്ടെന്നാകട്ടെ. ശരി സാർ, വാടാ, ബാക്കി എനിക്ക് അകത്തിട്ട് തരാം ഞാൻ. ആ പ്രസിഡന്റ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ടോ? SP നമ്മുടെ സ്വന്തം ആളാ. ആ ഫസ്റ്റ് എക്സ്പിടാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ നീ നേരെ കാര്യം. എന്ത് പണിയായി കാണിച്ച് ഈ നിൽക്കുന്ന ആളാരാന്നറിയാമോ? ഈ നിൽക്കുന്ന ആളെ പ്രസിഡന്റിന് അറിയാമോ? ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാനാണിത്. മഹാബലി നമ്മൾ പണ്ട് പുസ്തകങ്ങളെ പഠിച്ചിട്ടുള്ളേ. അങ്ങനെ ഇവിടെ വരൂ? ആ പുള്ളിയൊക്കെ ഇവിടൊക്കെ വരുമോ? എന്തോ പ്രസിഡന്റ് ഈ പറയുന്നേ? അപ്പൊ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓണത്തിന്റെ പേരിലുള്ള ശമ്പളവും ബോണസും വാങ്ങാം, ഓണത്തിന് ലീവ് എടുത്ത് നാട് മൊത്തം കറങ്ങി നടക്കാം. പക്ഷെ മഹാബലി തമ്പുരാനെ മാത്രം നിങ്ങൾക്കറിയില്ല. കഷ്ടം കഷ്ടം. അതൊക്കെ ഒരു സങ്കല്പമല്ലേ എന്റെ പ്രസിഡന്റ്? അതെ സാറേ, എല്ലാം ഒരു സങ്കല്പമാണ്. ഈ ന്യൂ ജനറേഷൻ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു സങ്കല്പം തന്നെയാണ്. എൻ്റെ ഈ പൊന്നു തമ്പുരാനെ നിങ്ങൾ വിട്ടു തന്നേരെ, അദ്ദേഹം പൊയ്ക്കോട്ടെ. സാറേ, വിടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു പെറ്റിയുണ്ട്. ഇല്ലെങ്കിലേ ഞങ്ങൾക്കതൊരു പണിയാകും. എഴുതിക്കോ. മാവേലി തമ്പുരാനും പെറ്റി എഴുതുന്ന കാലം. പേര് മാതൃകാ പോലീസ് സ്റ്റേഷൻ. അത് പ്രസിഡന്റ്, ഇവിടുത്തെ ഒരു രീതി അതാ. പണം ഞാൻ തരാം, പൊന്നു തമ്പുരാനെ ഞാൻ കൊണ്ടുപോവുക. തിരുവനന്തപുരം ക്ഷമിക്കണം. അങ്ങ് പണ്ട് ഭരിച്ചിരുന്ന കേരളമൊന്നുമല്ല. ഈ നാടാകെ മാറി, എങ്ങും അക്രമവും അനീതിയുമായി മാറി. ഞങ്ങളോട് ക്ഷമിക്കണം. എല്ലാം നമുക്ക് മനസ്സിലായി. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് എൻ്റെ ഈ കേരളത്തിൽ എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി. എല്ലാ പ്രതീക്ഷകളും തകർന്നു. എവിടെ ഇപ്പം മനുഷ്യരില്ല, എല്ലായിടും ജാതിയും മതവും മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഓരോ അക്രമങ്ങൾക്കും ദൈവശിക്ഷ കൊടുക്കുന്നുണ്ട്, രോഗമായിട്ടും പ്രളയമായിട്ടും ഒക്കെ. പക്ഷെ പ്രശ്നങ്ങൾ കൂടുമ്പം ജാതിയും മതവും ഒക്കെ മറന്ന് ആളുകൾ ഒന്നാവും. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയത് വരും. വിശന്നപ്പോ ഒരുപിടി അന്നം മോഷിച്ചവനെ തല്ലിക്കൊല്ലുന്ന കാലം. അമ്മയെന്നും അച്ഛനെന്നും ഒക്കെ പരിശുദ്ധമായ പേരുകളിട്ട് പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി ആളുകളെ പീഡിപ്പിക്കുന്ന കാലം. എല്ലാ സുഖസൗകര്യങ്ങളും ആവോളം നുകർത്തിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഉറ്റ സുഹൃത്തുക്കളെ ജയിലിലാക്കുന്ന കാലം. അങ്ങ് പൊയ്ക്കോളൂ, കാലമാകെ മാറിപ്പോയി. ആളുകൾക്ക് മാവേലിയും അറിയില്ല, പഴമയും അറിയില്ല. ഇതിലും ഭേദം പാതാളം തന്നെ. തമ്പുരാനേ, തമ്പുരാനേ, തമ്പുരാനെ അടിക്കണമെന്ന് കണ്ടോട്ടെ. അങ്ങേ തിരക്കി ഞാൻ എവിടെയെല്ലാം പോയെന്നറിയാമോ? അയ്യോ, എന്റെ പൊന്നു തമ്പുരാൻ എന്താ പറ്റിയത്? എന്റെ പൊന്നു തമ്പുരാൻ എന്താ പറ്റിയത്? എല്ലാം എന്റെ മക്കൾ എനിക്ക് തന്നെ കാണിക്കുകയാണ്. സന്തോഷമായി. സാരമില്ല, നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. എന്റെ തമ്പുരാനെ, അങ്ങ് വന്നെന്നറിഞ്ഞ് ഞാൻ എവിടെയെല്ലാം ഓടി നടന്നെന്നറിയാമോ? അടിയെന്ന് കാണാൻ പറ്റിയല്ലോ, അത് മതി. അങ്ങേ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അയ്യോ, എന്റെ പൊന്നു തമ്പുരാനെ. എളിയവരിലും പാവങ്ങളിലും ആ നന്മ നാം എപ്പോഴും കാണാം. ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ പറ്റാത്തത് ഇപ്പോഴും ഉണ്ട്. സന്തോഷമായി. ഞാൻ പോട്ടെ മക്കളെ. അറിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാപ്പാക്കണേ. ഒന്നും ഓർക്കരുതേ. അതൊന്നും സാരമില്ല. തമ്പുരാനെ, അങ്ങേ കാണാൻ കാത്തിരിക്കുന്നവർ ധാരാളം പേർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അങ്ങ് അവരെ കാണാൻ വീണ്ടും വരണേ. ഉറപ്പായും വരും. എന്നെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട്. ഉറപ്പായും ഞാൻ തിരിച്ചു വരും. ഈ കേരളം നന്നാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിലൂടെ അല്ലെങ്കിലും ആരെങ്കിലും ഒരിക്കൽ അതിനായി ഇവിടെ അവതരിക്കും.